മെറ്റീരിയൽ സയൻസ് ആൻഡ് മെട്രോളജിയുടെ മൊഡ്യൂൾ 1 ആണ് നമ്മൾ നോക്കണേ. അതിനകത്ത് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഡ്രോ എക്സ്പ്ലെയിൻ FCC BCC HCP ക്രിസ്റ്റൽ സ്ട്രക്ചർ. നമുക്കറിയാം സോളിഡ്സിൻ്റെ അകത്ത് ആറ്റംസിനൊക്കെ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള പൊസിഷൻ ഉണ്ടാവും. അപ്പോൾ ഈ നമ്മുടെ സോളിഡ്സ് എടുത്തു കഴിഞ്ഞാൽ അവിടെയൊക്കെ ആറ്റത്തിനെ അറേഞ്ച് ചെയ്തിരിക്കുന്ന ഒരു പ്രത്യേക ഷേപ്പിലായിരിക്കും. ഈ ഷേപ്പുകൾ നമ്മൾ വിളിക്കുന്ന പേരാണ് ക്രിസ്റ്റൽ സ്ട്രക്ചർ. അങ്ങനെ പല രീതിയിലുള്ള ക്രിസ്റ്റൽ സ്ട്രക്ചർ ഉണ്ട്, FCC BCC HCP എക്സെട്ര. അപ്പോൾ ഈ ക്രിസ്റ്റൽ സ്ട്രക്ചറുകൾക്ക് അനുസരിച്ചിട്ട് ഏത് രീതിയിലാണ് ആറ്റത്തിൻ്റെ ഒരു ഘടന ഇരിക്കുന്നത്, ആറ്റം എങ്ങനെയാണ് ഇരിക്കുന്നതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മുടെ മെറ്റീരിയൽസിൻ്റെ പല രീതിയിലുള്ള പ്രോപ്പർട്ടിയും ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ മാറി മാറി വരുന്നത്. അപ്പോൾ അങ്ങനെ നമുക്ക് 3 ടൈപ്പ് ക്രിസ്റ്റൽ സ്ട്രക്ചറുകളെ പറ്റി പഠിക്കാനുണ്ട്: BCC, FCC ആൻഡ് HCP. അതിൻ്റെ ഫുൾ ഫോം പറയുകയാണെങ്കിൽ BCC എന്ന് പറഞ്ഞാൽ ബോഡി സെൻറ്റേർഡ് ക്യൂബിക് എന്നാണ്, FCC എന്ന് പറഞ്ഞാൽ ഫേസ് സെൻറ്റേർഡ് ക്യൂബിക് എന്നാണ്, HCP എന്ന് പറഞ്ഞാൽ ഹെക്സഗണൽ ക്ലോസ് പാക്ക് സ്ട്രക്ചർ എന്നാണ്. അപ്പോൾ ഇവിടെ നമ്മൾ BCC സ്ട്രക്ചറിനെ പറ്റിയിട്ടാണ് നോക്കാൻ പോണത്. BCC സ്ട്രക്ചർ എടുത്തു കഴിഞ്ഞാൽ അവിടെ നമുക്കൊരു ക്യൂബ് ഷേപ്പിലാണ് നമ്മൾ ആറ്റംസിനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇനി ആ ക്യൂബിൽ നോക്കിക്കഴിഞ്ഞാൽ ആ ക്യൂബിൻ്റെ ഓരോ മൂലയിലും ആറ്റംസ് ഇരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ 8 മൂലകളിലായിട്ട് 8 കോർണറുകളായിട്ട് ആറ്റ ഇരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ക്യൂബിൻ്റെ കറക്റ്റ് സെൻറ്ററിലും ആറ്റ ഇരിക്കുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ അകത്ത് ഈ കോർണറിലിരിക്കുന്ന 8 ആറ്റംസും ഒരു ആറ്റത്തിൻ്റെ 8/1 ഭാഗം മാത്രമേ ഉള്ളൂ. അതായത് 1/8 ഓഫ് ആൻ ആറ്റം മാത്രമേ ഉള്ളൂ. അങ്ങനെ 8/1 ഈ 8 ആറ്റംസും കൂടി ചേരുമ്പോഴാണ് 1 സിംഗിൾ ആറ്റമായിട്ട് മാറുന്നത്. അപ്പോൾ നമുക്ക് പറയാം കോർണറിലുള്ള എല്ലാ ആറ്റങ്ങളെയും കൂടി നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 8 കോർണർ ആറ്റംസ് ഇൻറ്റു അത് 8 ആറ്റംസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ 1/8 മാത്രമേ ഉള്ളൂ. ഇൻറ്റു 1/8 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും 1 ആറ്റം. ഇനി സെൻറ്ററിൽ ഒരു ആറ്റം ഇരിക്കുന്നുണ്ട്, അത് ഫുൾ ആറ്റമാണ് ഇരിക്കുന്നത്. അപ്പോൾ സെൻറ്റർ ആറ്റം എന്ന് പറഞ്ഞാൽ ഒരു ആറ്റമായിട്ട് നമുക്ക് കൂട്ടാം. അപ്പോൾ 1 + 1 ടോട്ടൽ 2 ആറ്റമാണ് ഈ ഒരു ക്രിസ്റ്റൽ സ്ട്രക്ചറിൽ വരുന്നത്. BCCയിൽ വരുന്ന ടോട്ടൽ ആറ്റത്തിൻ്റെ എണ്ണം എന്ന് പറയുന്നത് 2 ആറ്റം പെർ യൂണിറ്റ് സെല്ലാണ്. ഒരു യൂണിറ്റ് സെല്ലിൽ 2 ആറ്റം. ഇനി കോർഡിനേഷൻ നമ്പർ ഇവിടെ 8 വരുന്നത്. കോർഡിനേഷൻ നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തുള്ള ഒരു ആറ്റം, ഈ BCC സ്ട്രക്ചറിലെ ഒരു ആറ്റം എത്ര നെയ്ബറിങ്, എത്ര അടുത്തുള്ള ആറ്റംസ് ആയിട്ട് കോണ്ടാക്റ്റ് ഉണ്ട് എന്നതിനെ സൂചിപ്പിക്കുന്ന ഒരു നമ്പറാണ് കോർഡിനേഷൻ നമ്പർ. കോർഡിനേഷൻ നമ്പർ 8 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഒരു ആറ്റം 8 നെയ്ബറിങ് ആറ്റംസ് ആയിട്ട് കോണ്ടാക്റ്റ് ഉണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. രണ്ടാമത്തെ FCC സ്ട്രക്ചറാണ്. അവിടെയും ക്യൂബ് ഷേപ്പ് തന്നെയാണ് വരുന്നത്. അവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം കോർണേഴ്സിലൊക്കെ ആറ്റം ഇരിക്കുന്നുണ്ട്. കഴിഞ്ഞ കേസിലെ പോലെ തന്നെ ഇവിടെയും ഒരു ആറ്റത്തിൻ്റെ 8/1 ഭാഗം മാത്രമേ കോർണറിൽ ഇരിക്കുന്നുള്ളൂ. അപ്പോൾ ആ ആറ്റംസ് ഒക്കെ കൂട്ടിച്ചേർത്ത് എല്ലാം കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു ആറ്റത്തിനെ കിട്ടും. ഇനി വേറെ ഇവിടെ സ്പെഷ്യലായിട്ടിരിക്കുന്ന ആറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ക്യൂബിൻ്റെ സെൻറ്ററിലല്ല ഇരിക്കുന്നത്, ക്യൂബിൻ്റെ അകത്ത് സെൻറ്ററിലായിട്ടല്ല ഇരിക്കുന്നത്. ഇവിടെ നമ്മുടെ ക്യൂബിൻ്റെ ഓരോ വശങ്ങളുണ്ടല്ലോ, ഓരോ ഫേസ്. ഒരു ക്യൂബിനെ സംബന്ധിച്ച് അതിന് 6 വശങ്ങളുണ്ട്. ഈ 6 ഫേസിലും ആറ്റംസ് ഇരിക്കുന്നുണ്ടാവും. ഇപ്പോൾ ഇവിടെ 3 ഫേസാണ് കാണാൻ പറ്റുള്ളൂ. ഇത് കൂടാതെ ഇതിൻ്റെ ബാക്കിൽ 3 ഫേസും കൂടെ ഉണ്ട് നമുക്ക് കാണാൻ പറ്റാത്തത്. ആ 3 ഫേസിലും കൂടെ കൂട്ടിയിട്ട് മൊത്തം 6 ആറ്റംസ് ഉണ്ടാവും. പക്ഷേ ഈ 6 ആറ്റം ഫുൾ ആറ്റം ഇല്ല, പകുതി ആറ്റം മാത്രമേ ഉള്ളൂ. ഇതൊരു പകുതി, ഇതൊരു പകുതി, ഇതൊരു പകുതി, ഇതുപോലെ ഒരു 3 പകുതിയും കൂടെ ഉണ്ട്. അങ്ങനെ 6 ആറ്റത്തിൻ്റെ പകുതി കൂടി ചേരുമ്പോൾ 3 ആറ്റമായിട്ട് മാറും. അപ്പോൾ ആദ്യം കോർണറിലുള്ള ഒരു ആറ്റം നമുക്ക് കിട്ടിയായിരുന്നു. ആ ഒരു ആറ്റം പ്ലസ് ഇപ്പോഴത്തെ 3 ആറ്റം കൂട്ടുമ്പോൾ നമുക്ക് ടോട്ടൽ 4 ആറ്റംസ് പെർ യൂണിറ്റ് സെല്ലാണ് ഇവിടെ വരുന്നത്. ഇനി ഇവിടുത്തെ കോർഡിനേഷൻ നമ്പർ എന്ന് പറഞ്ഞാൽ 12 ആണ്. അതിൻ്റെ അർത്ഥം FCC സ്ട്രക്ചറിൽ ഒരു ആറ്റം തൊട്ടടുത്തിരിക്കുന്ന 12 ആറ്റംസ് ആയിട്ട് കോണ്ടാക്റ്റ് ഉണ്ട്. ഇനി അടുത്ത ഷേപ്പ് എന്ന് പറഞ്ഞാൽ ഹെക്സഗണൽ ക്ലോസ് പാക്ക് സ്ട്രക്ചറാണ്. അതിൻ്റെ പേര് തന്നെയുള്ള പോലെ ഇവിടെ ഹെക്സഗണൽ ഷേപ്പാണ് വരുന്നത്. അതും ഹെക്സഗണൽ 2 ലെയറായിട്ട് വരുന്നത്. ഇവിടെ ഒരു ലെയർ, അതുപോലെ തന്നെ അടിയിൽ അടുത്ത ലെയർ. ആ ലെയറുകൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം ആ ലെയറിൻ്റെ ഓരോ കോർണറിലും ഓരോ ആറ്റംസ് ഇരിക്കുന്നുണ്ട്. 1 2 3 4 5 6 എന്ന് പറയുന്ന രീതിയിൽ 6 ആറ്റം ഇരിക്കുന്നുണ്ട്. താഴെയും ഹെക്സഗണൽ ലെയർ ഉണ്ട്, അതിവിടെയും 6 ആറ്റം ഉണ്ട്. ഇനി ഹെക്സഗണൽ ഷേപ്പിൻ്റെ നടുക്ക് ഇവിടെ ഒരു ആറ്റം ഉണ്ട്, അതുപോലെ തന്നെ താഴെ നടുക്ക് ഒരു ആറ്റം ഉണ്ട്. അതായത് ഹെക്സഗണിൻ്റെ ഓരോ കോർണറിലും ഓരോ ആറ്റംസ് ഉണ്ട്, അതുപോലെ തന്നെ ഈ ഹെക്സഗണിൻ്റെ കറക്റ്റ് സെൻറ്ററിലും ഓരോ ആറ്റം ഉണ്ട്. ഇനി ഇത് കൂടാതെ ഇവിടെ ഒരു മിഡിൽ ലെയർ കൂടെ ഉണ്ട്. ഈ 2 ഹെക്സഗണിൻ്റെ ഇടയിലായിട്ട് ഇവിടെ ഒരു മിഡിൽ ലെയർ ഉണ്ട്. ആ മിഡിൽ ലെയറിൽ ഒരു 3 ആറ്റം കൂടെ ഇരിക്കുന്നുണ്ട്. ഈ 3 പേര്, ഈ 3 ആറ്റം കൂടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഹെക്സഗണൽ ക്ലോസ് പാക്ക് സ്ട്രക്ചർ വരുന്നത്. ഇനി ഹെക്സഗണൽ ക്ലോസ് പാക്കിൽ ടോട്ടൽ ആറ്റംസ് പെർ യൂണിറ്റ് സെൽ എന്ന് പറഞ്ഞാൽ 6 ആണ്. കോർഡിനേഷൻ നമ്പർ 12 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് എഞ്ചിനീയറിംഗ് മെറ്റീരിയൽസ് ആണ്. എഞ്ചിനീയറിംഗ് മെറ്റീരിയൽസിൽ നമ്മൾ പല രീതിയിൽ ക്ലാസിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. മെറ്റൽസ് ഉണ്ട്, മെറ്റൽസും അലോയ്സും ഉണ്ട്, നോൺ ഫെറസ് മെറ്റൽസ് ഉണ്ട്. നോൺ ഫെറസ് മെറ്റൽസ് എന്ന് പറഞ്ഞാൽ അയണിൻ്റെ കണ്ടന്റ് ഇല്ലാത്ത മെറ്റൽസിനാണ് നമ്മൾ നോൺ ഫെറസ് മെറ്റൽസ് കൊടുക്കുന്നത്. പോളിമേഴ്സ് ഉണ്ട്, സെറാമിക്സ് ഉണ്ട്, കോമ്പോസിറ്റ്സ് ഉണ്ട്. അപ്പോൾ ഇത് എക്സാമിന് ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റൻ ആണ്. ഇതെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന എല്ലാം പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ ആണ്.
അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനായിട്ട് കണ്ടാൽ മതി. അപ്പോൾ ഇവിടെ എഞ്ചിനീയറിംഗ് മെറ്റീരിയൽസ് എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് ചോദിക്കുമ്പോൾ നമ്മൾ മെറ്റൽസ് ആൻഡ് അലോയ്സ്, അതുപോലെ തന്നെ നോൺ ഫെറസ് മെറ്റൽസ്, സെറാമിക്സ്, കോമ്പോസിറ്റ്സ് എങ്ങനെയൊക്കെ ഡിവൈഡ് ചെയ്യുന്നു അതിനെപ്പറ്റി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനും പഠിച്ചിരിക്കുക. അതിൻ്റെ പ്രോപ്പർട്ടീസ് ഒക്കെ ഒന്ന് ജസ്റ്റ് വായിച്ച് മനസ്സിലാക്കിയിരിക്കുക. അടുത്ത ടോപ്പിക്ക് ഫെറസ് മെറ്റൽസ് ആൻഡ് ഇറ്റ്സ് അലോയ്സ്, ഐസോമോർഫസ്, യൂടെക്റ്റിക് ആൻഡ് യൂടെക്റ്റോയിഡ് സിസ്റ്റം. ഇതെന്താണെന്നുള്ളതാണ് സത്യം പറഞ്ഞാൽ ക്വസ്റ്റൻ ആയിട്ട് ചോദിക്കാറുള്ളത്. അപ്പോൾ അതിന് മുന്നേ ഞാൻ പറയാം, ഫെറസ് മെറ്റൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയണിൻ്റെ സാന്നിധ്യമുള്ള ലോഹങ്ങളെയാണ് നമ്മൾ ഫെറസ് മെറ്റൽസ് എന്ന് വിളിക്കുന്നത്. എല്ലാ മെറ്റൽസിലും അയണിൻ്റെ സാന്നിധ്യം ഉണ്ടാവണമെന്നില്ല. കൂടുതൽ മെറ്റൽസ് നമ്മൾ ഉണ്ടാക്കുന്നത് അയണും കാർബണും പോലെയുള്ള സാധനങ്ങളൊക്കെ കൂട്ടിച്ചേർത്ത് ലയിപ്പിച്ചാണ് നമ്മൾ സ്റ്റീൽ പോലെയുള്ള മെറ്റീരിയലൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നത്, മെറ്റൽസൊക്കെ. അപ്പോൾ ഇങ്ങനെ സ്റ്റീൽ പോലെ അയണിൻ്റെ സാന്നിധ്യമുള്ള മെറ്റൽസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫെറസ് മെറ്റൽസ്. ഇവിടെ എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട് കാസ്റ്റ് അയൺ, കാർബൺ സ്റ്റീൽ, അലോയ് സ്റ്റീൽ. ഇവരിലൊക്കെ അയണിൻ്റെ സാന്നിധ്യമുണ്ട്. അയണും കാർബണും ക്രോമിയം അതേപോലെയുള്ള മെറ്റീരിയൽസ് കൂട്ടിച്ചേർത്തിട്ടാണ് ഈ പറയുന്ന സ്റ്റീൽ എന്ന് പറയുന്ന സാധനമൊക്കെ ഉണ്ടാക്കുന്നത്. ഇനി ഇവരെ നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് ഈ പറയുന്ന മെറ്റൽസിന് പല രീതിയിലുള്ള ഫേസുകൾ, അവസ്ഥകളുണ്ട്. അവസ്ഥകളാണ് ഇവിടെ 3ആയിട്ട് കാണിച്ചിരിക്കുന്നത്. ഐസോമോർഫസ് സിസ്റ്റം, യൂടെക്റ്റോയിഡ് സിസ്റ്റം, അതുപോലെ തന്നെ യൂടെക്റ്റിക് സിസ്റ്റം, അതുപോലെ തന്നെ യൂടെക്റ്റോയിഡ് സിസ്റ്റം. ഈ 3 സിസ്റ്റത്തിനെ പറ്റി നമ്മൾ പഠിച്ചിരിക്കണം. അപ്പോൾ അത് മിക്കവാറും എക്സാമിന് ക്വസ്റ്റൻ ആയിട്ട് ചോദിക്കാറുണ്ട്. ഇതിൻ്റെ അകത്ത് ഐസോമോർഫസ് സിസ്റ്റം എന്താണെന്നുള്ളത് നമുക്ക് ആയി നോക്കാം. ഐസോമോർഫസ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഇവിടെ നിങ്ങൾ വായിച്ചു നോക്കുക, 2 മെറ്റൽസ് ആർ കംപ്ലീറ്റ്ലി സൊല്യൂബിൾ ഇൻ ഈച്ച് അതർ. സൊല്യൂബിൾ എന്ന് പറഞ്ഞാൽ ലയിക്കുക എന്നാണ്. ഇവിടെ 2 മെറ്റൽസ് എടുത്ത് ഞാൻ 2 മെറ്റൽസ് നമ്മൾ പറഞ്ഞു, ഈ പറയുന്ന ഫെറസ് മെറ്റൽസ് എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കണത് എങ്ങനെയാണ്, അയൺ, ക്രോമിയം, അങ്ങനെ മാംഗനീസ് പോലെയുള്ള പല മെറ്റൽസ് കൂട്ടിച്ചേർത്തിട്ടാണ്, അലോയ് രൂപത്തിലാണ് ഈ സാധനം ഉണ്ടാക്കുന്നത്. കൂട്ടിച്ചേർത്താണ് നമ്മൾ മെറ്റൽസ് ഉണ്ടാക്കണത്. അപ്പോൾ കൂട്ടിച്ചേർക്കുന്ന സമയത്ത് 2 മെറ്റൽസ് കംപ്ലീറ്റ്ലി സൊല്യൂബിൾ ഇൻ ഈച്ച് അതർ, അതായത് പരസ്പരം അവർ പൂർണ്ണമായിട്ടും ലയിക്കുന്നവയാണെങ്കിൽ എങ്ങനെയാണ്, ലിക്വിഡ് ആൻഡ് സോളിഡ് സ്റ്റേറ്റ്സിൽ, അതായത് ദ്രാവകാവസ്ഥയിലും അതുപോലെ തന്നെ സോളിഡ് ഉറച്ച അവസ്ഥയിലും, ലിക്വിഡ് ആയിട്ടുള്ള സ്റ്റേറ്റിലും സോളിഡ് ആയിട്ടുള്ള സ്റ്റേറ്റിലും ഇവരെ തമ്മിൽ ലയിപ്പിക്കുന്ന സമയത്ത് അവർ പൂർണ്ണമായിട്ടും ലയിക്കുന്നതിനെയാണ് നമ്മൾ ഐസോമോർഫസ് സിസ്റ്റം എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടുന്നത് ഒരു സിംഗിൾഡ് സോളിഡ് സൊല്യൂഷൻ ആയിരിക്കും, അതായത് ഒറ്റയായിട്ട് നിൽക്കുന്ന, കാരണം അവർ കംപ്ലീറ്റ്ലി പൂർണ്ണമായിട്ട് അവർ ലയിച്ചു ചേർന്നു, അതുകൊണ്ട് ഒരു ഒറ്റയായിട്ട് നിൽക്കുന്ന ഒരു മെറ്റലായിരിക്കും നമുക്ക് ഇതിൻ്റെ റിസൾട്ടായിട്ട് കിട്ടുക. എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്, കോപ്പർ നിക്കൽ അലോയ് സിസ്റ്റം. അതിൻ്റെ ഗുണങ്ങൾ, അങ്ങനെ ഐസോമോർഫസിന് ഉണ്ടാകുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഇവിടെ ക്യാരക്ടറിസ്റ്റിക്സിൽ കൊടുത്തിട്ടുണ്ട്. അവരുടെ സ്വഭാവ സവിശേഷതകൾ എന്തൊക്കെയാണെന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. ഇനി അതുപോലെ അടുത്ത സിസ്റ്റമാണ് യൂടെക്റ്റിക് സിസ്റ്റം. യൂടെക്റ്റിക് സിസ്റ്റത്തിലും നമ്മുടെ 2 മെറ്റൽസും കംപ്ലീറ്റ്ലി പരസ്പരം ലയിക്കും. ലിക്വിഡ് സ്റ്റേറ്റിലാണ് ഇവർ രണ്ടുപേരും കംപ്ലീറ്റ്ലി ലയിക്കും. അവർ രണ്ടുപേരും ദ്രാവക രൂപത്തിലാണെങ്കിൽ പൂർണ്ണമായിട്ടും ലയിക്കും. പക്ഷേ ഉണ്ടല്ലോ, ഇവരെ കൂൾ ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ, ഇവർ തണുപ്പിച്ച് കഴിഞ്ഞാൽ ഈ ദ്രാവക രൂപം മാറി ഇവർ സോളിഡ് ഫോമിലോട്ട് മാറും, കട്ടിയുള്ള രൂപത്തിലോട്ട് മാറും. അപ്പോൾ ഇങ്ങനെ സോളിഡ് ഫോം ആവുന്ന സമയത്ത് ഇവർ പരസ്പരം മിക്സ് ആവില്ല. അപ്പോൾ യൂടെക്റ്റിക് സിസ്റ്റത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ദ്രാവകാവസ്ഥയിൽ ലിക്വിഡ് സ്റ്റേറ്റ് ആണെങ്കിൽ ഇവർ പരസ്പരം പൂർണ്ണമായിട്ട് ലയിക്കും. പക്ഷേ സോളിഡ് ഫോമിലോട്ട് വന്നു കഴിഞ്ഞാൽ ഉറച്ച് ചെയ്യുമ്പോൾ, ഉറച്ച് ചെയ്യുമ്പോൾ ഇവരെന്ത് ചെയ്യും, കംപ്ലീറ്റ് ആയിട്ട് മിക്സ് ആവാത്തൊരവസ്ഥയാണ്. അപ്പോൾ ഈ ലിക്വിഡ് രൂപത്തിലുള്ള ഈ മിക്സർ ഉണ്ടല്ലോ, മെറ്റലിനെ രണ്ടിനെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചേക്കാണ്. നമ്മൾ ഇവരുടെ ടെമ്പറേച്ചർ ഇങ്ങനെ ടെമ്പറേച്ചർ ഇങ്ങനെ തണുപ്പിച്ചുകൊണ്ടിരുമ്പോഴാണല്ലോ ഇവർ സോൾഡ് ആവണേ. അപ്പോൾ അറ്റ് എ സ്പെഷ്യൽ കോമ്പോസിഷൻ ആൻഡ് ടെമ്പറേച്ചർ, ഒരു പ്രത്യേക കോമ്പോസിഷൻ, അതുപോലെ അതായത് ഇവരുടെ അളവ്, അതുപോലെ തന്നെ ഒരു പ്രത്യേക ടെമ്പറേച്ചർ എത്തിക്കഴിയുമ്പോൾ ഉണ്ടല്ലോ ഇവർ രണ്ടുപേരും സോളിഡ് ആവുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ഡിഫറെൻറ്റ് സോളിഡ് ആയിട്ടാണ് മാറുന്നത്. അറ്റ് ദ സെയിം ടൈം 2 ഡിഫറെൻറ്റ് സോളിഡ് ആയിട്ട് ഇവർ മാറി നിൽക്കും. അതായത് ദ്രവരൂപത്തിൽ ഇവർ നന്നായിട്ട് മിക്സ് ചെയ്താണ് ഇരുന്നത്, പക്ഷേ ഇവരെ തണുപ്പിച്ച് കൊണ്ടുവന്ന് കഴിയുമ്പോൾ ഒരു സ്പെഷ്യൽ ടെമ്പറേച്ചർ എത്തി കഴിയുമ്പോൾ ഇവരെന്ത് ചെയ്യും, 2 ഡിഫറെൻറ്റ് സോളിഡ് ഫേസുകളായിട്ട് മാറി നിൽക്കും. ഇതിനെയാണ് നമ്മൾ യൂടെക്റ്റിക് റിയാക്ഷൻ എന്ന് വിളിക്കുന്നത്. ഇവിടെ നമുക്ക് കാണാം, അവിടെ ലിക്വിഡ് 2 സോളിഡായിട്ട് ഒറ്റയായിട്ട് നിന്ന ലിക്വിഡ് സ്റ്റേറ്റിൽ ഉണ്ടായിരുന്ന സാധനങ്ങൾ 2 സെപ്പറേറ്റ് സോളിഡായിട്ട് മാറും. അതാണ് യൂടെക്റ്റിക് സിസ്റ്റത്തിൽ സംഭവിക്കുന്നത്. ഇവിടെ അതിനൊരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. അയൺ കാർബൺ സിസ്റ്റത്തിൽ അയണിനെയും കാർബണിനെയും മിക്സ് ചെയ്യുന്ന സമയത്ത് 4.3% കാർബണും അതുപോലെ തന്നെ ടെമ്പറേച്ചർ നമ്മൾ പറഞ്ഞില്ലേ, ഒരു സ്പെഷ്യൽ കോമ്പോസിഷൻ ആൻഡ് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞത്, 4.3% കാർബൺ ആഡ് ചെയ്തിട്ട് 1247 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചർ എത്തി കഴിയുമ്പോൾ ലിക്വിഡ് ഓസ്റ്റനൈറ്റ് അതുപോലെ തന്നെ സിമെൻറ്റൈറ്റ് എന്ന് പറയുന്ന ഫോമിലോട്ട് മാറും. രണ്ടും മെറ്റലിൻ്റെ ഓരോ ഫോമുകളാണ്. അവിടെ ഓസ്റ്റനൈറ്റ്, അതിന് പ്രത്യേക പേരുണ്ടെന്നുള്ളൂ. 2 സോളിഡ് സ്റ്റേറ്റ് ആണ്, സോളിഡ് 1ഉം സോളിഡ് 2ഉം. ഓസ്റ്റനൈറ്റ്, സിമെൻറ്റൈറ്റ് എന്ന് പറയുന്ന 2 സോളിഡുകളായിട്ട് ഈ ലിക്വിഡ് മാറുകയാണ് ചെയ്യണത്. ഇനി യൂടെക്റ്റോയിഡ് സിസ്റ്റത്തിലേക്ക് വരുമ്പോൾ, യൂടെക്റ്റിക് കഴിഞ്ഞു, അടുത്ത് യൂടെക്റ്റോയിഡ് സിസ്റ്റത്തിലേക്ക് വരുമ്പോൾ വീണ്ടും ഒരു സ്പെഷ്യൽ കോമ്പോസിഷൻ അതുപോലെ തന്നെ ടെമ്പറേച്ചർ എത്തുന്ന സമയത്ത് ഒറ്റ സോളിഡ് ഫേസ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാർ, അതായത് അവർ
നമ്മുടെ സോളിഡ് ഫേസിലും ഒറ്റയായിട്ടാണ് തന്നെയാണ് നിൽക്കുന്നത്. 2 സെപ്പറേറ്റ് ആൾക്കാരായിട്ട് സോളിഡ് 1, 2 ആയിട്ടല്ല നിൽക്കുന്നത്. ഒരൊറ്റ പീസായിട്ടാണ് നിൽക്കുന്നത്. ഒറ്റയായിട്ട് അവർ നിൽക്കുമായിരുന്നു. പക്ഷേ ഒരു സ്പെഷ്യൽ ടെമ്പറേച്ചർ കോമ്പോസിഷൻ എത്തി കഴിയുമ്പോൾ ഉണ്ടല്ലോ ഇവർ 2 സോളിഡ്സ് ആയിട്ട് മാറും. സോളിഡ് 2ഉം സോളിഡ് 3 ആയിട്ട് മാറും. അപ്പോൾ ഇതാണ് യൂടെക്ടോഡ് സിസ്റ്റത്തിൽ സംഭവിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് കാണാം, ഇവിടെ നമ്മൾ ഓസ്റ്റനൈറ്റ് ഉണ്ടായ കാര്യം പറഞ്ഞായിരുന്നു. ലിക്വിഡ് 2 സോളിഡായിട്ട് മാറിയപ്പോൾ അതിൻ്റെ അകത്ത് ഒരാൾ ഓസ്റ്റനൈറ്റ് ആയിരുന്നു. ഇവിടെ നോക്കിക്കോട്ടോ, 0.8% കാർബണും അതുപോലെ 727 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുന്ന ടെമ്പറേച്ചറും എത്തുന്ന സമയത്ത് ഓസ്റ്റനൈറ്റ് ഫെറൈറ്റും അതുപോലെ തന്നെ സിമെൻറ്റേറ്റും ആയിട്ട് കൺവേർട്ട് ആവുകയാണ് ചെയ്യണത്. ഓസ്റ്റനൈറ്റ് എന്ന് പറഞ്ഞാൽ ഓൾറെഡി ഒരു സോൾഡ് ആയിരുന്നു. ആ സോൾഡ് എന്താവും, ഫെറൈറ്റ് അതുപോലെ തന്നെ സിമെൻറ്റേറ്റ് എന്ന് പറയുന്ന 2 സോൾഡായിട്ട് വീണ്ടും സെപ്പറേറ്റ് ആവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ യൂടെക്റ്റിൽ ലിക്വിഡ് ഒരു സ്പെഷ്യൽ ടെമ്പറേച്ചറിലും കമ്പോസിഷനിലും 2 സോൾഡുകളായിട്ട് മാറി ഇവിടെ ഒരു സോളിഡ് വീണ്ടും 2 സോൾഡുകളായിട്ട് കൺവേർട്ട് ആവുകയാണ് ചെയ്തേക്കണേ. അപ്പോൾ എക്സാമ്പിളുകളായിട്ട് നിങ്ങൾക്ക് ഈ കോമ്പോസിഷനും കാർബൺ എത്രയാണ് വരുന്നത്, അതുപോലെ തന്നെ സ്പെഷ്യൽ ടെമ്പറേച്ചർ എത്രയാണെന്നുള്ളതൊക്കെ കാണിച്ച് റിയാക്ഷനൊക്കെ എഴുതി വെച്ച് കഴിഞ്ഞാൽ ഒറ്റയടിക്ക് അതിൻ്റെ അത് മാർക്ക് വീഴും. ഒരുപാട് കാര്യങ്ങളൊന്നും പഠിക്കാനില്ല, സിമ്പിളായിട്ട് കമ്പയർ ചെയ്ത് പഠിക്കാം. അപ്പോൾ ഇവിടെ ഒരു സമ്മറി പോലെ അത് കൊടുത്തിട്ടുണ്ട്. ഐസോമോർഫസിൽ എന്താണ് സംഭവിക്കുന്നത്. ഐസോമോർഫസ് ലിക്വിഡിലാണെങ്കിലും ലിക്വിഡിലുള്ള സാധനം സോളിഡിലോട്ട് കൺവേർട്ട് ആകുമ്പോൾ അത് പക്കയായിട്ട് ലയിച്ച് തന്നെ ഇരിക്കുള്ളൂ. ലിക്വിഡ് സ്റ്റേറ്റിലും സോളിഡ് സ്റ്റേറ്റിലും അത് പൂർണ്ണമായിട്ട് ലയിച്ച് തന്നെ ഇരിക്കുള്ളൂ. യൂടെക്റ്റിലേക്ക് വരുമ്പോൾ ലിക്വിഡ് 2 സോളിഡായിട്ട് മാറും. യൂടെക്റ്റോഡിലേക്ക് വരുമ്പോൾ സോളിഡ് വീണ്ടും 2 സോളിഡായിട്ട് മാറും. അത് ഏത് കണ്ടീഷനിലാണ് സംഭവിക്കുന്നത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒരെണ്ണം 4.3% കാർബണും 1247 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചർ ആയിരുന്നു. അതിൽ യൂടെക്റ്റോഡ് സിസ്റ്റത്തിൽ എപ്പോഴാണ് മാറ്റം സംഭവിക്കുന്നതിനുള്ള ടെമ്പറേച്ചർ അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പെട്ടെന്ന് ഓർത്ത് വയ്ക്കാനാണ് ഇതേപോലെ ടേബിൾ കൊടുത്തതാണ്. ഒന്ന് നോക്കുക. ഇനി 7 മാർക്കിന് എപ്പോഴും സ്ഥിരമായിട്ട് എക്സാമിന് ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് എക്സ്പ്ലെയിൻ അയൺ കാർബൺ ഇക്വിലിബ്രിയം ഡയഗ്രാം. ക്വസ്റ്റ്യൻ നമ്മൾ കണ്ടു. ഫെറസ് മെറ്റൽസിൻ്റെ ആയിട്ട് നമ്മൾ കൂടുതൽ ഇവിടെ എടുക്കുന്നത് അയണും കാർബണും കൂട്ടിച്ചേർന്നുണ്ടാകുന്ന മെറ്റൽസ് ആട്ടോ. അയണും കാർബണും കൂടെ കൂട്ടിച്ചേരുമ്പോൾ ഉണ്ടാകുന്ന, അയണിലോട്ട് നമ്മൾ കാർബൺ കൂട്ടിച്ചേർക്കുമ്പോൾ ഉണ്ടാകുന്ന മെറ്റലുകളാണ് ആക്ച്വലി ഈ സ്റ്റീലൊക്കെ, കാസ്റ്റ് അയൺ സ്റ്റീൽ എന്നൊക്കെ പറയുന്ന സാധനങ്ങളൊക്കെ. അപ്പോൾ ഈ പറയുന്ന മെറ്റീരിയൽസിൻ്റെ ഫേസുകൾ നമ്മൾ കണ്ടു. 3 ഫേസുകളെ പറ്റി നമ്മൾ പഠിച്ചു. ഐസോമോർഫസ് സിസ്റ്റം, അതുപോലെ തന്നെ യൂടെക്റ്റിക് സിസ്റ്റം, അതുപോലെ തന്നെ യൂടെക്റ്റോഡ് സിസ്റ്റം. അതൊക്കെ നമ്മൾ കണ്ടത് പല ടെമ്പറേച്ചർ എത്തുന്ന സമയത്ത് അവർ ഈ അവസ്ഥയിലോട്ട് മാറുന്നതാണ്. അപ്പോൾ നമ്മൾ കണ്ടു അവിടെ ഈ സിസ്റ്റംസ് ഒക്കെ അച്ചീവ് ചെയ്യുന്നത് ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചർ ഉണ്ടാവും. 1147 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുന്ന ടെമ്പറേച്ചർ ഉണ്ടാവും. പിന്നെ വരുന്നത് കോമ്പോസിഷനാണ്, കാർബണിൻ്റെ കണ്ടൻറ്റ്. നമ്മളിവിടെ കണ്ടു ഇതേ മേലത്തെ കേസിൽ ഇവിടെ കാർബണിൻ്റെ കണ്ടൻറ്റ് 4.3% ഇവിടെ 0.8%. അപ്പോൾ നമ്മളിവിടെ ഡെഫിനേഷനിൽ പറഞ്ഞിരുന്ന പോലെ തന്നെ അറ്റ് സ്പെഷ്യൽ കോമ്പോസിഷൻ ആൻഡ് ടെമ്പറേച്ചർ, ഒന്ന് കാർബണിൻ്റെ കണ്ടൻറ്റാണ് ഈ കോമ്പോസിഷൻ എന്ന് പറഞ്ഞ് കാണിക്കണേ, രണ്ടാമത് ടെമ്പറേച്ചർ. ഇവ രണ്ടുപേരാണ് ഇതിൻ്റെ അകത്ത് മെയിൻ ഘടകങ്ങൾ. ഈ പറയുന്ന ഫേസിലോട്ട് വരാനുള്ള മെയിൻ ഘടകങ്ങൾ എന്ന് പറയുന്നത് ഈ ടെമ്പറേച്ചറും കാർബണിൻ്റെ കണ്ടൻറ്റും. അപ്പോൾ ഇവിടെ നമ്മളൊരു ഗ്രാഫ് വരികയാണ് ചെയ്യണേ. ഗ്രാഫിൻ്റെ എക്സ് ആക്സിസിൽ വരുന്നത് ടെമ്പറേച്ചറാണ്, ഡിഗ്രി ഓഫ് ഫാരൻഹീറ്റിലാണ് അടയാളപ്പെടുത്തിയേക്കണേ. ഇനി ഇവിടെ വരുന്നത് കാർബണിൻ്റെ കണ്ടൻറ്റാണ്, പെർസെൻറ്റേജ് കാർബൺ ബൈ വെയിറ്റ്. അപ്പോൾ ഇങ്ങനെ ഒരു ഗ്രാഫ് നമ്മൾ വരച്ച് ആ ഗ്രാഫിൽ ടെമ്പറേച്ചറിൽ വരുന്ന മാറ്റത്തിന് അനുസരിച്ച്, ടെമ്പറേച്ചറിലും കാർബൺ കണ്ടൻറ്റിന് വരുന്ന മാറ്റത്തിനനുസരിച്ച് ഈ പറയുന്ന ഫേസുകൾ, നമ്മൾ ഫേസുകൾ പഠിച്ചുല്ലോ, ഐസോമോർഫസ്, യൂടെക്റ്റോഡ്, ഈ പറയുന്ന ഫേസുകളൊക്കെ ഇതിൻ്റെ അകത്ത് വരുന്നതാണ് കാണിച്ചേക്കണേ. അപ്പോൾ എക്സാമിന് നിങ്ങൾ ഈ ഗ്രാഫ് കാണാപ്പാടം വരയ്ക്കാനായിട്ട് വീണ്ടും വരച്ച് കാണാപ്പാടം വരയ്ക്കാനായിട്ട് പഠിച്ചിട്ട് പോവുക. അതിൻ്റെ അകത്ത് ഓർത്ത് വെക്കാനായിട്ട് എളുപ്പത്തിന് ഞാൻ കുറച്ച് കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത് ഞാൻ പറഞ്ഞുതരാം. കാര്യം ഒന്ന് മനസ്സിലാക്കിയിരിക്കുക ഒന്നും കൂടെ. ഇതിൻ്റെ അകത്ത് എക്സ് ആക്സിൽ കാർബണിൻ്റെ കണ്ടൻറ്റും വൈ ആക്സിൽ ടെമ്പറേച്ചറാണ് വരുന്നത്. ആദ്യം തന്നെ ഇതിൻ്റെ അകത്ത് ഈ ഡയഗ്രത്തിൽ വരുന്ന ഫേസസുകളാണ് 3 ഫേസുകൾ. അപ്പോൾ നിങ്ങൾ അയൺ കാർബൺ ഡയഗ്രാം വരച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ടാവും. അപ്പോൾ അതിൻ്റെ അകത്ത് ഫേസസ് ആയിരിക്കാമെന്നുള്ള എഴുതി വയ്ക്കുക. ആൽഫ, ഗാമ, ഡെൽറ്റ എന്നാണ് ചിഹ്നങ്ങളുടെ പേര്. അവരെ ആ ചിഹ്നങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്ന ആയിരിക്കാമെന്നുള്ള എഴുതിയിട്ടുണ്ട്. ആൽഫ എന്ന് പറഞ്ഞാൽ ഫെറൈറ്റ് ആണ്, ഗാമ എന്ന് പറഞ്ഞാൽ ഓസ്റ്റനൈറ്റ് ആണ്, ഡെൽറ്റ എന്ന് പറഞ്ഞാൽ ഡെൽറ്റ ഫെറൈറ്റ. നിങ്ങൾക്ക് ഇവിടെ നോക്കി കഴിഞ്ഞാൽ കാണാം, ഇവിടെയാണ് ആൽഫ വരുന്നത്, ഇവിടെയാണ് ഗാമ വരുന്നത്, ഈ കാണുന്ന ചെറിയ റീജിയനിലാണ് ഡെൽറ്റ വരുന്നത്. അപ്പോൾ ഈ 3 ഫേസുകളാണ് നമ്മുടെ അയൺ കാർബൺ ഇക്വിലിബ്രിയം ഡയഗ്രത്തിലുള്ളത്. 3 കൂടാതെ വീണ്ടും ഉണ്ട് Fe3C എന്ന് പറയുന്ന സിമെൻറ്റൈറ്റ് ഫേസും അതുപോലെ തന്നെ ലിക്വിഡ് ഫേസും. ഇതേപോലെ 5 ഫേസുകളാണ് നമ്മുടെ അയൺ കാർബൺ ഇക്വിലിബ്രിയം ഡയഗ്രത്തിൽ. ഇനി ഈ ഫേസുകളൊക്കെ കൂടി ചേർന്ന ഭാഗങ്ങളുണ്ട്. ഇവിടെ ഗാമ പ്ലസ് എല്ല് എന്ന് പറഞ്ഞാൽ ലിക്വിഡ് ആട്ടോ, ഗാമ പ്ലസ് എല്ല് ഉണ്ട്. ഇവിടെ ഡെൽറ്റ പ്ലസ് എല്ല് ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഗാമ പ്ലസ് ഡെൽറ്റ ഉണ്ട്. അതുപോലെ ഗാമ പ്ലസ് ആൽഫ ഉണ്ട്, ഗാമ പ്ലസ് Fe3C ഉണ്ട്, ആൽഫ പ്ലസ് Fe3C ഉണ്ട്. അപ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റുന്നത്
ഈ പറയുന്ന 5 ഫേസ് ഒറ്റയ്ക്കായിട്ട് നിൽക്കുന്ന നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഫേസുകൾ കൂടിച്ചേർന്ന് മറ്റ് ഫേസുകളോട് കൂടിച്ചേർന്ന് നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇനി അയൺ കാർബൺ ഇക്വിലിബ്രിയം ഡയഗ്രത്തിൽ വരുന്ന ഇമ്പോർട്ടൻറ്റ് പോയിന്റുകൾ, ഒന്ന് യൂടെക്റ്റിക് പോയിന്റ്. അതായത് യൂടെക്റ്റിക് സിസ്റ്റം പഠിച്ചപ്പോൾ നമ്മൾ കണ്ടായിരുന്നു കാർബണിൻ്റെ ശതമാനം 4.3 അതേപോലെ തന്നെ ടെമ്പറേച്ചർ 1747 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഇനി യൂടെക്റ്റോയിഡിൻ്റെ പോയിന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചായിരുന്നു, ടേബിളിൽ നമ്മളിപ്പോൾ കണ്ടുള്ളൂ 0.8%, അതുപോലെ തന്നെ ടെമ്പറേച്ചർ 727 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ അവിടെ ഓൾറെഡി പഠിച്ചാണ് യൂടെക്റ്റിലെ ലിക്വിഡ് എന്ന് പറയുന്നത് 2 സോളിഡായിട്ട് കൺവേർട്ട് ആവും, ഓസ്റ്റനൈറ്റും സിമെൻറ്റൈറ്റും. യൂടെക്റ്റോയിഡ് സിസ്റ്റത്തിൽ ഓസ്റ്റനൈറ്റ് എന്ന് പറഞ്ഞ സോളിഡ് വീണ്ടും 2 സോളിഡായിട്ട് ഡിവൈഡ് ആവും, ഫെറൈറ്റും അതുപോലെ തന്നെ സിമെൻറ്റൈറ്റും. ഈ യൂടെക്റ്റിക് പോയിന്റ് യൂടെക്റ്റഡ് പോയിന്റ് അതിൻ്റെ തടയപ്പെടുത്തണം. കാർബണിൻ്റെ കണ്ടന്റ് 4.3%, ടെമ്പറേച്ചർ 1747 വരുന്ന സ്ഥലത്ത് നമുക്ക് യൂടെക്റ്റിക് എന്ന് പറഞ്ഞ് മാർക്ക് ചെയ്യണം. ഇവിടെ നോക്കി, കാർബണിൻ്റെ കണ്ടന്റ് 4.3, അതുപോലെ ടെമ്പറേച്ചർ 1147 അടുത്ത വാല്യൂ 1130 ഡിഗ്രി സെൽഷ്യസ്. ഈ വരുന്ന പോയിന്റിൽ നമുക്ക് കണ്ടോ യൂടെക്റ്റിക് എന്ന് പറഞ്ഞ പോയിന്റ് കിട്ടി. അത് അവിടെ നമ്മൾ മാർക്ക് ചെയ്യണം. അതുപോലെ തന്നെ യൂടെക്റ്റോയിഡ് 0.8% കാർബൺ, അതുപോലെ 723 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചറിൽ ഇവിടെ മാർക്ക് ചെയ്തേക്കണ്ടോ, യൂടെക്റ്റോയിഡ് മാർക്ക് ചെയ്തേക്കണോ. ഇങ്ങനെ യൂടെക്റ്റോയിഡ് പോയിന്റും യൂടെക്റ്റിക് പോയിന്റും അവിടെ മാർക്ക് ചെയ്യണം. അപ്പോൾ ഈ പോയിന്റ്സ് ഒക്കെ കറക്റ്റായിട്ട് വരുന്ന രീതിയിൽ വേണം നിങ്ങൾ ഗ്രാഫ് പ്ലോട്ട് ചെയ്യാനായിട്ട്. ഗ്രാഫ് വീണ്ടും വരച്ച് കാണാപ്പാടം പഠിക്കുക. എൻ്റെ അകത്ത് ഈ പറയുന്ന ആളുകളെയൊക്കെ ഫേസുകളെല്ലാം വരുന്ന രീതിയിൽ, അതുപോലെ തന്നെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് എല്ലാം മാർക്ക് ചെയ്യുന്ന രീതിയിൽ ചെയ്ത് വൃത്തിയായിട്ട് ആ ഗ്രാഫ് വരയ്ക്കാൻ പഠിക്കുക. 7 മാർക്ക് ഷുവറാണ് ഇത് പഠിച്ചു കഴിഞ്ഞാൽ. കാരണം ഓൾമോസ്റ്റ് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും റിപ്പീറ്റ് ആണ്. വരയ്ക്കാൻ പഠിക്കണം, ഇതിൻ്റെ അടിയിൽ എഴുതിക്കണം, പോയിന്റ്സ് ചെയ്താൽ പഠിക്കണം. ഏതൊക്കെ ഫേസുകളാണെന്നുള്ള എഴുതി വെക്കണം. ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് യൂടെക്റ്റിക് പോയിന്റും യൂടെക്റ്റോയിഡ് പോയിന്റും മസ്റ്റായിട്ടും വരയ്ക്കാൻ പഠിച്ചോണം. നമുക്ക് ഒരിക്കലും അവോയ്ഡ് ചെയ്യാൻ പറ്റാത്തൊരു സാധനമാണ്. പിന്നെ ഇതിനെപ്പറ്റി ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറയാം. ഇത് വൈ ആക്സിൽ ടെമ്പറേച്ചറും എക്സ് ആക്സിൽ പെർസെൻറ്റേജ് കാർബണിൻ്റെ കണ്ടന്റുമാണ് കാണിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ പറയാം. അടുത്തത് എക്സാമിന് ഇതുപോലെ തന്നെ 7 മാർക്കിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കാറുള്ള ഒരു ഡയഗ്രമാണ് TTT ഡയഗ്രാം എന്ന് പറയുന്നത്. TTT ഡയഗ്രത്തിൻ്റെ ഫുൾ ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈം ടെമ്പറേച്ചർ ട്രാൻസ്ഫോർമേഷൻ ഡയഗ്രം എന്നാണ്. അതുപോലെ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഈ ഗ്രാഫിൽ കാണിക്കുന്നത് ടൈമും ടെമ്പറേച്ചറും ട്രാൻസ്ഫോർമേഷൻ തന്നെയാണ്. ഇവിടെ ഈ എക്സ് ആക്സിലൂടെ കാണിച്ചിട്ടില്ല. എക്സ് ആക്സിൽ നമുക്ക് കാണിക്കുന്നത് ടൈമാണ്. ഓക്കെ, ഇവിടെ ടൈമാണ്. ഇനി വൈ ആക്സിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാം, നമുക്ക് ടെമ്പറേച്ചർ കാണാം. ഇനി ഗ്രാഫിൽ കാണിക്കുന്നതൊക്കെ ട്രാൻസ്ഫോർമേഷനാണ്. ഇവിടെ നമുക്ക് ഉള്ളത് കയ്യിലുള്ളത് ഓസ്റ്റനേറ്റ് എന്ന് പറയുന്ന സ്റ്റീലിൻ്റെ ഫെറസ് മെറ്റൽസിൻ്റെ ഫോമാണ്. ഈ ഓസ്റ്റനേറ്റ് നമ്മൾ ഈ കാണുന്ന പെർലൈറ്റ്, ബേനൈറ്റ്, അതുപോലെ തന്നെ മാർട്ടൻസൈറ്റ് ഒക്കെ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നതാണ് ഈ ഒരു ഗ്രാഫിൽ കാണിച്ചിരിക്കുന്നത്. ഓസ്റ്റനേറ്റാണ് നമ്മുടെ കയ്യിലുള്ള. ഓസ്റ്റനൈറ്റിനെ പെർലൈറ്റിലോട്ട് എങ്ങനെ കൺവേർട്ട് ചെയ്യുന്നു, ബേനൈറ്റിലോട്ട് എങ്ങനെ കൺവേർട്ട് ചെയ്യുന്നു, അതുപോലെ തന്നെ മാർട്ടൻസൈറ്റിലോട്ട് എങ്ങനെ കൺവേർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ ഗ്രാഫിൽ കാണിക്കുന്നത്. അപ്പോൾ ഓസ്റ്റനൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, ടെമ്പറേച്ചർ എത്ര നോക്കി, വളരെ ഹൈ ടെമ്പറേച്ചറാണ് ഓസ്റ്റനൈറ്റ് എന്ന് പറഞ്ഞ ഫോം ഉള്ളത്. ഇപ്പോൾ ഓസ്റ്റനൈറ്റ് ലിക്വിഡ് ഫോമിലാണെങ്കിൽ, ഉരുകിയിരിക്കുന്ന അവസ്ഥയാണെങ്കിൽ, നമ്മൾ അതിനെ കൂൾ ചെയ്യുമ്പോഴാണ് സോളിഡായിട്ട് പല ഫോമിലോട്ട് മെറ്റൽ മാറുന്നത്. മെറ്റൽ നിലവിൽ ഉരുകിയാണ് ഇരിക്കുന്നത്, ലിക്വിഡ് ഫോമിലാണ് ഇരിക്കുന്നത്. ഈ സാധനത്തിനെ നമ്മൾ ഒറ്റയടിക്ക് ചൂടാറ്റി കഴിഞ്ഞാൽ നമുക്ക് പല രീതിയിലുള്ള ഫോംസ് കിട്ടും. പെർലൈറ്റ്, ബേനൈറ്റ്, മാർട്ടൻസൈറ്റ് എന്ന് പറഞ്ഞ രീതിയിൽ നമുക്ക് താഴത്തോട്ട് പോയി കഴിഞ്ഞാൽ കിട്ടും. അപ്പോൾ ഏത് ഫോമിലോട്ട്, ഓസ്റ്റനൈറ്റിൽ നിന്ന് പെർലൈറ്റിലോട്ട് പോകണോ, ബേനൈറ്റിലോട്ട് പോകണോ, മാർട്ടൻസൈറ്റിലോട്ട് പോകണോ എന്നുള്ളത് തീരുമാനിക്കുന്നത് നമ്മൾ എത്ര റേറ്റിലാണ്, എത്ര വേഗതയിലാണ് നമ്മൾ ഇതിൻ്റെ ചൂടാറ്റുന്നത് എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടാണ്. അതായത് കൂളിംഗ് റേറ്റിനെ ബേസ് ചെയ്തിട്ടിരിക്കും. അപ്പോൾ ആ കൂളിംഗ് റേറ്റ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ടൈം കൊടുത്തേക്കണേ. ഒരുപാട് സമയം എടുത്താണ് നമ്മൾ കൂൾ ചെയ്യുന്നത്. അത് ഒറ്റയടിക്ക് നമ്മൾ കൂൾ ചെയ്യുകയാണ് ചെയ്യണം എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കുന്നത്. ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഈ പച്ച കർവ് എന്ന് പറയുന്നത് AB എന്ന് പറയുന്ന പച്ച കർവ് കൂളിംഗ് കർവാണ്. അതായത് കൂളിങ്ങിൻ്റെ റേറ്റ്, കൂളിങ്ങിൻ്റെ സ്പീഡ് കാണിക്കുന്ന കർവാണ്. Aയിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഒറ്റയടിക്ക് ടെമ്പറേച്ചർ താഴ്ത്തോട്ട് പോയി. ഒറ്റയടിക്ക് ടെമ്പറേച്ചർ, അതായത് ആകെ ഇത്രയും സമയം കൊണ്ട് ടെമ്പറേച്ചർ താഴെ വന്ന് ഏറ്റവും താഴത്തോട്ട് വന്നു. ഇനി B എന്ന് പറയുന്ന കൂളിംഗ് എടുത്ത് കഴിഞ്ഞാൽ ടെമ്പറേച്ചർ പതിയാണ് താഴത്തോട്ട് വന്നേക്കണം. ടെമ്പറേച്ചർ ഇവിടുന്ന് ഇത്രയും സമയം എടുത്തിട്ടാണ് ടൈം എടുത്തിട്ടാണ് ടെമ്പറേച്ചർ കുറഞ്ഞേക്കുന്നത്. അതായത് Aക്ക് കൂളിംഗ് റേറ്റ് വളരെ കൂടുതലും Bക്ക് കൂളിംഗ് റേറ്റ് കുറവാണ്. A ഒറ്റയടിക്ക് ചൂടാറി, B വളരെ പതിയാണ് ചൂടാറിയേക്കണം.
അപ്പോൾ ഈ കൂളിംഗ് റേറ്റിൻ്റെ ഇമ്പാക്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കൂളിംഗ് റേറ്റ് വളരെ പതിയാണെങ്കിൽ, അല്ലെങ്കിൽ കൂളിംഗ് റേറ്റ് ഭയങ്കര സ്പീഡാണെങ്കിൽ, എ എന്ന് പറയുന്ന ഗ്രാഫ് പോലെ ഭയങ്കര സ്പീഡാണെങ്കിൽ നമ്മുടെ ഓസ്റ്റനൈറ്റ് മാർട്ടൻസൈറ്റ് ആയിട്ട് മാറും. അതായത് ഇവിടെ നിങ്ങൾക്ക് കാണാം, ഇവിടെ കണ്ടോ, മാർട്ടൻസൈറ്റ് എങ്ങനെ ഫോം ചെയ്യുന്നത്, വെൻ കൂളിംഗ് ഈസ് വെരി ഫാസ്റ്റ്. കൂളിംഗ് എന്ന് പറയുന്നത് വളരെ പെട്ടെന്നാണെങ്കിൽ നമുക്ക് ഫോം ചെയ്യുന്നത് മാർട്ടൻസൈറ്റ് ആയിരിക്കും. അപ്പോൾ അത് അങ്ങനെയുള്ള കൂളിംഗ് നമ്മൾ എങ്ങനെ ചെയ്യണമെന്ന് അറിയോ? ചുമ്മാ പുറത്തെടുത്ത് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒറ്റയടിക്ക് ചൂടാവില്ല. അതിപ്പോൾ അതിന് നമ്മൾ ചെയ്യുന്നത് പറഞ്ഞാൽ വെള്ളത്തിൽ മുക്കുക ചെയ്യണേ. അപ്പോൾ ഈ വെള്ളത്തിൽ മുക്കുന്ന പരിപാടിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ക്വിഞ്ചിങ്. അപ്പോൾ വെള്ളത്തിൽ മുക്കിയിട്ടാണ് നമ്മൾ ഈ മാർട്ടൻസൈറ്റ് എന്ന് പറഞ്ഞ സാധനം ഫോം ചെയ്യണത്. അനുസരിച്ച് മാർട്ടൻസൈറ്റ് അല്ലാതെ വേറെ എന്തെങ്കിലും കിട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ കൂളിംഗ് റേറ്റ് കുറച്ചു, ഗ്രാഫ് ഇവിടെ എത്തിയിട്ടുള്ളൂ. ടൈം കുറച്ച് ഫ്രണ്ടോട്ട് കഴിഞ്ഞപ്പോൾ ഗ്രാഫ് ഇവിടെ എത്തിയുള്ളൂ. അന്നേരം നമുക്ക് കിട്ടുന്നത് ആരായിരിക്കും? ബെയ്നൈറ്റിനെ ആയിരിക്കും. ഇനി നമ്മൾ കൂളിംഗ് റേറ്റ് വീണ്ടും കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആരായിരിക്കും? അതിൻ്റെ മേലുള്ള പെയർലൈറ്റിനെ ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ ഇവിടെ അത് കൊടുത്തിട്ടുണ്ട് കറക്റ്റായിട്ട്. മാർട്ടൻസൈറ്റ് കൂളിങ്ങിൻ്റെ റേറ്റ് ഭയങ്കര സ്പീഡാണെങ്കിൽ മാർട്ടൻസൈറ്റ് ഫോം ചെയ്യും. മോഡറേറ്റ് കൂളിംഗ് റേറ്റ് ആണെങ്കിൽ, അതായത് ഒരു ആവറേജ് സ്പീഡിലാണ് പോകണമെങ്കിൽ ബെയ്നൈറ്റ് ഫോം ചെയ്യും. ഇനി കൂളിംഗ് റേറ്റ് ഭയങ്കര സ്ലോ ആണെങ്കിൽ, വളരെ പതിയാണ് കൂളിംഗ് നടക്കുന്നതെങ്കിൽ അവിടെ ഫോം ചെയ്യുന്നത് പെയർലൈറ്റ് ആണ്. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ ഓസ്റ്റനൈറ്റിനെ അതിൻ്റെ പല ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യുന്നത്. കൂളിംഗ് റേറ്റ് വെച്ചിട്ട് നമ്മൾ പല ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യുന്നത്. വളരെ സ്പീഡിലാണെങ്കിൽ മാർട്ടൻസൈറ്റ്, മീഡിയം സ്പീഡിലാണെങ്കിൽ ബെയ്നൈറ്റ്, ഭയങ്കര സ്ലോ ആണെങ്കിൽ പെയർലൈറ്റ്. ഈ രീതിയിലാണ് നമ്മൾ ഓസ്റ്റനൈറ്റിൻ്റെ ട്രാൻസ്ഫോർമേഷൻ TTT ഡയഗ്രത്തിൽ കാണിക്കുന്നത്. TTT ടെമ്പറേച്ചർ ടൈം ട്രാൻസ്ഫോർമേഷൻ. ടെമ്പറേച്ചറും ടൈമും ഉള്ള ഗ്രാഫിൽ ട്രാൻസ്ഫോർമേഷൻ കാണിക്കുകയാണ് നമ്മൾ. ട്രാൻസ്ഫോർമർ എന്ന് പറഞ്ഞാൽ മാറ്റം ഉണ്ടാകുന്നത് എങ്ങനെയാണെന്നുള്ളത് നമ്മൾ കാണിക്കുകയാണ് TTT ഡയഗ്രത്തിൽ നമ്മൾ ചെയ്യുന്നത്. ഇനി ഇവിടെ ചുവന്ന 2 കർവും കൂടെ കാണാം കേട്ടോ. MS MF എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തേക്കണേ. ഈ ചുവന്ന കർവുകൾ മാർട്ടൻസൈറ്റിനെയാണ് സൂചിപ്പിക്കുന്നത്. അതിവിടെ കൊടുത്തിട്ടുണ്ട്. MS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർട്ടൻസൈറ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന ടെമ്പറേച്ചറാണ്. മാർട്ടൻസൈറ്റ് ഫോം ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ടെമ്പറേച്ചർ. MF എന്ന് പറഞ്ഞാൽ മാർട്ടൻസൈറ്റ് ഉണ്ടായി തീരാനെടുക്കുന്ന ടെമ്പറേച്ചറാണ് MF സൂചിപ്പിക്കുന്നത്. അപ്പോൾ അതൊന്ന് ഡിനോട്ട് ചെയ്ത് ഈ രീതിയിൽ ഗ്രാഫ് ഒന്ന് വരച്ചു വയ്ക്കുക. ഇതും മറ്റേ ക്വസ്റ്റ്യൻ പോലെ തന്നെ 7 മാർക്കിന് ഡെയിലി എല്ലാ എക്സാമുകൾക്കും ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. അപ്പോൾ അതും പഠിക്കുക. ഉള്ള ആളാണ് അയൺ കാർബൺ സ്റ്റീൽ എന്ന് പറഞ്ഞാൽ അയണും കാർബണും കൂട്ടിച്ചേർത്ത് നമ്മൾ ഉണ്ടാക്കുന്ന സ്റ്റീലുകൾ. അപ്പോൾ ആ സ്റ്റീലുകൾ എന്ന് പറഞ്ഞാൽ പല രീതിയിലുള്ള സ്റ്റീലുകളുണ്ട്. ലോ കാർബൺ സ്റ്റീൽ ഉണ്ട്. കാർബൺ കണ്ടൻറ്റ് കുറവാണെങ്കിൽ അതിനെ നമ്മൾ ലോ കാർബൺ സ്റ്റീൽ എന്ന് വിളിക്കും. ഇനി മീഡിയം കാർബൺ സ്റ്റീൽ ഉണ്ട്. കാർബൺ കണ്ടൻറ്റ് കുറവാണെങ്കിൽ മീഡിയം കാർബൺ സ്റ്റീൽ, മീഡിയം ആണെങ്കിൽ മീഡിയം കാർബൺ സ്റ്റീൽ. അതുപോലെ ഹൈ കാർബൺ കണ്ടൻറ്റ് ആണെങ്കിൽ നമ്മളതിനെ ഹൈ കാർബൺ സ്റ്റീൽ എന്ന് വിളിക്കും. അപ്പോൾ കാർബണിൻ്റെ കണ്ടൻറ്റ് ഒക്കെ എത്രയാണ് റേഞ്ച് വരുന്നത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി കാർബണിൻ്റെ കണ്ടൻറ്റ് മാറുന്നതിനനുസരിച്ചിട്ട് പ്രോപ്പർട്ടിയിൽ വരുന്ന വ്യത്യാസങ്ങളോട് കൊടുത്തിട്ടുണ്ട്. ഈ കാർബൺ നമ്മൾ സ്റ്റീലിലോട്ട് ആഡ് ചെയ്യും തോറും സ്റ്റീൽ സോഫ്റ്റ് ആവുകയാണ് ചെയ്യണത്. ഇപ്പോൾ നമുക്കറിയാം, ഇരുമ്പ് എന്ന് പറഞ്ഞ സാധനം ചുമ്മാ എടുത്തു കഴിഞ്ഞാൽ അത് ഭയങ്കര ബ്രിട്ടിലായിട്ടുള്ള പെട്ടെന്ന് ഒടിഞ്ഞു പോകുന്ന സാധനമാണ്. നമ്മൾ ഈ പാത്രങ്ങൾക്കൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും അതായത് സ്കെയിൽ പോലുള്ള ഉപകരണങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ സ്റ്റീലായിട്ട് അതിനെ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അതിൻ്റെ അകത്ത് കാർബൺ ആഡ് ചെയ്യുകയാണ് ചെയ്യണത്. അപ്പോൾ ലോ കാർബൺ ആണെങ്കിൽ സോഫ്റ്റ്, ഡക്റ്റൈൽ, അതുപോലെ തന്നെ ഈസി ആയിട്ട് വെൽഡ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോപ്പർട്ടി ആയിരിക്കും അതിന് കിട്ടുക. മീഡിയം കാർബൺ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ സ്ട്രോങ്ങർ സ്റ്റഫറായിട്ട് മാറും. ഹൈ കാർബൺ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഹാർഡ്, ബ്രിട്ടിൽ, വിയർ റെസിസ്റ്റൻ്റ് ഒക്കെ ആയിട്ട് മാറും. അപ്പോൾ ഇങ്ങനെ പല രീതിയിലുള്ള ആപ്ലിക്കേഷൻ അതിനുണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണെന്നുള്ളത് നോക്കി വയ്ക്കുക, വായിച്ചു നോക്കുക. ഇനി അയൺ ഓറുകളെ പറ്റി പറയുന്നുണ്ട്. നമ്മൾ കാണപ്പെടുന്നത് ഓറുകളുടെ രൂപത്തിലാണ്. അതിന് നമ്മൾ അയൺ ഓർസ് എന്ന് വിളിക്കും. അയൺ ഓർസിൻ്റെ രൂപത്തിലുള്ള പാറക്കല്ലുകളായിട്ടാണ് നമുക്ക് ഭൂമിക്കടിയിൽ ഈ അയൺ ഓർ ഈ സംഭവം നമുക്ക് കിട്ടുക. ഇതിൽ നിന്നാണ് നമ്മൾ അയൺ എന്ന് പറഞ്ഞ സാധനത്തിനെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നത്. അതിൽ നിന്നാണ് എടുക്കുന്നത്. അപ്പോൾ ഓറിൽ വരുന്ന ആളുകൾ ആരൊക്കെയാണെന്നുള്ളത് ഹെമറ്റൈറ്റ്, മാഗ്നറ്റൈറ്റ്, ലൈമനൈറ്റ്, സിഡറൈറ്റ് എന്ന് പറയുന്ന പല ആളുകളെ പറ്റി അവിടെ പറയുന്നുണ്ട്. അവരുടെ പ്രോപ്പർട്ടീസ്, അവരുടെ അയൺ കണ്ടൻറ്റ് എത്രയാണെന്നുള്ളത്, അവരിൽ എത്ര അയൺ ഉണ്ടെന്നുള്ളതൊക്കെ അവിടെ പറയുന്നുണ്ട്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് പിഗ് അയൺ എന്നാണ്. പിഗ് അയൺ എന്താണെന്നാണ് ചോദിച്ചേക്കുന്നത്. അതിൻ്റെ ക്ലാസിഫിക്കേഷൻ, അതുപോലെ തന്നെ അതിൻ്റെ കോമ്പോസിഷൻ, അതിൻ്റെ അകത്ത് എത്ര കാർബൺ കണ്ടൻറ്റ് വരുന്നുണ്ട്, എത്ര അയൺ വരുന്നുണ്ട്, അങ്ങനെയുള്ള ക്വസ്റ്റ്യനൊക്കെ. അപ്പോൾ നമ്മൾ അയൺ ഉണ്ടാക്കുന്ന കാര്യം പറഞ്ഞു. അയൺ ഓറായിട്ടാണ് നമുക്ക് ഭൂമിയിൽ ഇതിനെ കാണപ്പെടുക. അപ്പോൾ ഈ അയൺ ഓറായിട്ട് കിട്ടുന്ന സാധനത്തിനെ നമ്മൾ അയണായിട്ട് മാറ്റിയെടുക്കുക ചെയ്യണം. അതിൽ നിന്ന് അയണിനെ എക്സ്ട്രാക്ട് ചെയ്ത് എടുക്കുക ചെയ്യണം. അപ്പോൾ എടുക്കുന്ന സമയത്ത് നമുക്ക് ആദ്യം കിട്ടുന്ന ഫസ്റ്റ് പ്രൊഡക്റ്റാണ് പിഗ് അയൺ എന്ന് പറയുന്നത്. പല പ്രൊഡക്റ്റ് അതിൽ നിന്ന് കിട്ടും, പക്ഷേ അതിൽ നിന്ന് കിട്ടുന്ന ആദ്യത്തെ പ്രൊഡക്റ്റാണ് പിഗ് അയൺ. അതിൻ്റെ അകത്തായിരിക്കും ഏറ്റവും കൂടുതൽ കാർബൺ കണ്ടൻറ്റ് നാച്ചുറലായിട്ടുള്ള 3 to 4.5% കാർബൺ അതിൻ്റെ അകത്ത് ഉണ്ടാവും. അതുപോലെ അതിൻ്റെ അകത്ത് വേറെയും കുറേ ഇമ്പ്യൂരിറ്റീസ് ഉണ്ട്. സിലിക്കൺ, സൾഫർ, ഫോസ്ഫറസ്, മാംഗനീസ് പോലെയുള്ള വേറെ കുറേ ഇമ്പ്യൂരിറ്റീസും അടങ്ങിയിട്ടായിരിക്കും ഈ സാധനം നമുക്ക് കിട്ടുക. അപ്പോൾ അയണോറിൽ നിന്ന് അയൺ എക്സ്ട്രാക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആദ്യം കിട്ടുന്ന പ്രൊഡക്റ്റാണ് പിഗ് അയൺ എന്ന് പറയുന്നത്. ഇനി ഇതെങ്ങനെയാണ് എടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബ്ലാസ്റ്റ് ഫർണസിൻ്റെ അകത്ത് വെച്ച് നമ്മൾ അയണിനെ സ്മെൽറ്റ് ചെയ്ത് ഉരുക്കിയെടുത്താണ് നമ്മൾ പിഗ് അയൺ ഉണ്ടാക്കിയെടുക്കുന്നത്.
അപ്പോൾ അത് സാധാരണ ഭയങ്കര ബ്രിട്ടിലായിട്ടുള്ള പെട്ടെന്ന് ഒടിഞ്ഞ് പോകുന്ന രൂപത്തിലുള്ള പിഗേണാണ്. കാരണം കാർബണിൻ്റെ കണ്ടൻറ്റ് കൂടിക്കഴിഞ്ഞാൽ ബ്രിട്ടിൽനെസ് ഒടിയാനുള്ള സാധ്യത കൂടും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡയറക്റ്റ്ലി ഈ സാധനങ്ങളൊന്നും എഞ്ചിനീയറിംഗ് പർപ്പസുകൾക്ക് ഉപയോഗിക്കാറില്ല നമ്മൾ പിഗേൺ. പകരം ഈ പിഗേൺ എന്ന് പറയുന്ന ആളെ ഫസ്റ്റ് കിട്ടുന്ന ആൾ പിഗേൺ ആണെന്നുള്ളൂ. ഇവരെ നമുക്ക് വേറെ ഈ പിഗേൺ എന്ന് പറയുന്ന മെറ്റീരിയലിനെ നമുക്ക് വേറെ ആപ്ലിക്കേഷൻസിനൊന്നും ഉപയോഗിക്കാനായിട്ട് സാധിക്കില്ല, നമ്മൾ ഉപയോഗിക്കാറുമില്ല. പകരം നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ പിഗേണെ വീണ്ടും നമ്മൾ റിഫൈൻ ചെയ്യും, കുറേ കാര്യങ്ങളൊക്കെ ചെയ്ത് വീണ്ടും അതിനെ നമുക്ക് ആവശ്യമുള്ള ആളുകളായിട്ട് മാറ്റും. കാസ്റ്റ് അയൺ, സ്റ്റീല്, റോട്ട് അയൺ പോലെയുള്ള നമുക്ക് ആവശ്യമുള്ള ആളുകളിലേക്ക് മാറ്റും. ഇനി പിഗേണിൻ്റെ ക്ലാസിഫിക്കേഷൻസ് ഇവിടെ പറയുന്നുണ്ട്. ഗ്രേ പിഗേൺ, വൈറ്റ് പിഗേൺ, മോട്ടൽഡ് പിഗേൺ എന്നൊക്കെ പറയുന്നുണ്ട്. അവരെന്തൊക്കെയാണെന്നുള്ളതൊക്കെ പറയുന്നുണ്ട്. അതിൻ്റെ അകത്ത് വരുന്ന വ്യത്യാസങ്ങളും കാര്യങ്ങളോട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇനി കോമ്പോസിഷൻ ഓഫ് പിഗേണിൽ വരുന്ന കോമ്പോസിഷൻ ആളുകൾ ആരൊക്കെയാണ്? ഞാൻ പറഞ്ഞു കാർബണാണ് മെയിൻ കണ്ടന്റ്. അതല്ലാതെ ഇമ്പ്യൂരിറ്റീസ് ആയിട്ട് സിലിക്കൺ, മാംഗനീസ്, സൾഫർ, ഫോസ്ഫറസ്, അയണൊക്കെ വരുന്നുണ്ട്. അതിനെപ്പറ്റി സംസാരിക്കുന്നുണ്ട്. ഇനി അതിൻ്റെ ബാലൻസ് ടോപ്പിക്കായിട്ട് ഇനി ഞാൻ പറഞ്ഞു പിഗേണിൽ നിന്ന് പിന്നെ നമുക്ക് കാസ്റ്റ് അയൺ ഉണ്ടാക്കിയെടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് റോട്ട് അയൺ ആക്കി മാറ്റിയെടുക്കാം, അത് അല്ലെങ്കിൽ അലോയ് സ്റ്റീൽസ് ആക്കി എടുക്കാം. പിന്നെ പല രീതിയിൽ നമുക്ക് മാറ്റിയെടുക്കാം. അപ്പോൾ ഇതേപോലെ പല ടൈപ്പ് അയൺ, കാർബൺ മെറ്റൽസിനെ പറ്റി താഴെ പറയുന്നുണ്ട്. ഇതേപോലെ തന്നെ കോമ്പോസിഷൻ, അതിൻ്റെ പ്രോപ്പർട്ടീസ്, അതിൻ്റെ ആപ്ലിക്കേഷൻസ് ഒക്കെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതൊക്കെ നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. മെയിനായിട്ട് ഈ 2 ഗ്രാഫ് വരയ്ക്കാൻ പഠിച്ചിട്ട് പോവുക. അതുപോലെ തന്നെ നമ്മൾ അതിന് മുന്നേ ഡിസ്കസ് ചെയ്ത 3 സിസ്റ്റം ഉണ്ടല്ലോ, ഐസോമോർഫസ്, യൂടെക്റ്റോഡി സിസ്റ്റം, അതുപോലെ തന്നെ ഡ്രോ ആൻഡ് എക്സ്പ്ലെയിൻ, FCC, BCC, HCP, ക്രിസ്റ്റൽസ് എക്സ്പ്ലെയിൻ. ഈ 4 ക്വസ്റ്റനായിട്ടാണ് ഞാൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞത്. ഇത് മസ്റ്റായിട്ട് നിങ്ങൾ നോക്കിയിട്ട് വേണം. ബാക്കി നിങ്ങളുടെ ഇഷ്ടം, നിങ്ങളുടെ സമയത്തിനനുസരിച്ച് നിങ്ങൾ പഠിക്കുക. 3 ക്രിസ്റ്റൽ സെക്ടറുകളെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് വരച്ച് പറയാനായിട്ട് പഠിക്കണം. അതുപോലെ തന്നെ യൂടെക്റ്റോഡ്, അതുപോലെ തന്നെ ഐസോമോർഫസ് സിസ്റ്റത്തിനെ പറ്റിയിട്ടുള്ള ക്വസ്റ്റ്യൻ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ഇനി TTT ഡയഗ്രാം, അതുപോലെ തന്നെ അയൺ കാർബൺ ഇക്വിലിബ്രിയം ഡയഗ്രാം. ഇത്രയും കാര്യങ്ങൾ പക്കയായിട്ട് പഠിച്ചിട്ട് വേണം പോകാനായിട്ട്.